മഞ്ഞുമ്മൽ ബോയ്സ് കണ്ട് പുറത്തേക്ക് ഇറങ്ങിയോളൂ. പടത്തിനെ കുറിച്ച് ചെറിയ വാക്കുകൾ. നിങ്ങൾ ട്രെയിലർ കണ്ട പോലെ തന്നെ സംഭവം നടക്കുന്നത് കൊടൈക്കനാലിലാണ്. കൊടൈക്കനാലിൽ ഗുണ കേവിനെ കുറിച്ച് നമ്മളെല്ലാവരും പോയിട്ടുള്ള സ്ഥലമാണ്. ഈ സംഭവം പടം തുടങ്ങുമ്പോൾ തന്നെ 2006 നടന്നൊരു സംഭവമാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് എഴുതിയേക്കണം. അപ്പോൾ എക്സാക്ട് സംഭവം ആയിരിക്കില്ല, അങ്ങനെ സംഭവം നടന്നിട്ടുണ്ടാവാം. അപ്പോൾ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് മഞ്ഞുമ്മൽ എന്ന സ്ഥലത്ത്, കൊച്ചിയിലെ മഞ്ഞുമ്മൽ സ്ഥലത്ത് നിന്ന് കുറച്ച് പിള്ളേർ സെറ്റ് നേരെ കൊടൈക്കനാലിലേക്ക് വച്ച് പിടിക്കുകയാണ് ടൂറ്. ഒരു ക്വാളിസൊക്കെ എടുത്ത് അടിച്ച് പൊളിച്ചാൽ പോവുകയാണ്. അവിടെ ചെന്നതിന് ശേഷം ഒരു 10-12 പേരുണ്ടെന്ന് തോന്നാം. അപ്പോൾ ആ പോസ്റ്ററിൽ കണ്ട എല്ലാവരും ഇതുപോലെ ട്രിപ്പിൽ ഇങ്ങനെ പോയി അവിടെ ചെന്ന് അവിടെ സ്റ്റക്കാവുന്ന രംഗമാണ്. കൊടൈക്കനാലിൽ പോയി കൊടൈക്കനാൽ നല്ല ഭംഗിയൊക്കെ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഗുണ കേവ് ശരിക്കും നമ്മളൊക്കെ പോയിട്ടുണ്ടെങ്കിലും അത് പോയവർക്കറിയാം ആ ഒരു വേരുകളും അതേപോലെ തന്നെ ആ ബാൻ ചെയ്തേക്കുന്ന കുറച്ച് ഏരിയ ഉണ്ട്, ഗ്രില്ലൊക്കെ ഇട്ട് ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് പോകാനുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷേ ഇവർ അത് കടന്ന് അപ്പോഴത്തേക്ക് എത്തുകയാണ്. അതിനുശേഷം സംഭവിക്കുന്ന സംഭവമാണ്. അപ്പോൾ കൂട്ടത്തിൽ മെയിനായിട്ടുള്ള ഒരാളെ അവിടെ വെച്ച് മിസ്സാവുകയാണ്. അതിന് ശേഷമുള്ള കാര്യങ്ങളാണ്. പിന്നെ അവർ സ്ട്രഗിൾ ചെയ്യുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഡെവിൾസ് കിച്ചൺ എന്നൊക്കെ അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. ഡെവിൾസ് കിച്ചൺ എന്നാണ് ശരിക്കും പേരുണ്ടായിരുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഗുണ കേവ് ആയിട്ട് മാറിയേക്കണതാണ് കമൽഹാസൻ്റെ പടം വന്നതിന് ശേഷം. അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ പോയ അയാളെ തിരിച്ച് കിട്ടുമോ ഇല്ലയോ, എന്താണ് സ്ട്രഗിൾ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് പടം പറഞ്ഞു പോകുന്നത്. ക്ലൈമാക്സ് ഞാൻ പറഞ്ഞ് സസ്പെൻസ് കളയുന്നില്ല. പടത്തിനെ കുറിച്ച് എടുത്തു പറയേണ്ട 1-2 കാര്യങ്ങൾ. നമുക്ക് അറിയാവുന്ന പോലെ ചിദംബരമാണ് ഡയറക്ടർ വന്നേക്കണം. നമ്മുടെ ജാനവനൊക്കെ ഡയറക്റ്റ് ചെയ്തേക്കണം. വളരെ നല്ല ഇത് തന്നെ ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് വലിച്ച പോലെ എനിക്ക് തോന്നി, കാരണം അത് എൻഗേജ് ആയിരുന്നു. പക്ഷേ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പടാട് കയറി പിടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ത്രില്ലിങ് സംഭവത്തിലേക്കാണ് പോയാൽ ഗുണ കേവ് നല്ല ഭംഗിയിൽ കാണിച്ചിട്ടുണ്ട്. ഒരു ഹൊറർ മൂഡും അതേപോലെ ഒരു മിസ്റ്ററിയും പിന്നെ ഒരു ടോപ്പ് ഹെലി ക്യാമൊക്കെ വെച്ചിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. കൊടൈക്കനാലിൻ്റെ ഭംഗിയൊക്കെ നല്ല വൃത്തി തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. ക്ലൈമാക്സ് ഒക്കെ ശരിക്കും കോരിത്തെരിപ്പിക്കുന്ന രംഗങ്ങളാണ്. എനിക്ക് പേഴ്സണലായിട്ട് ചോദിക്കുകയാണെങ്കിൽ പടം ശരിക്കും പറഞ്ഞാൽ ഇന്ന് വരെ ഇറങ്ങിയേക്കണേൽ ഈ അടുത്തിറങ്ങിയേക്കണം സസ്പെൻസ് ത്രില്ലേഴ്സിൽ ഏറ്റവും മുമ്പിൽ നിൽക്കാൻ പോകുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് ഭംഗിയാണ് പടം എടുത്ത് വെച്ചാണ്. BGMs, സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക് എല്ലാം നമ്മളോട് ഇന്ന് സീറ്റിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഞങ്ങൾ പ്രകമ്പനം കൊള്ളിക്കും. പിന്നെ നല്ല ഓഡിയോ സിസ്റ്റം ഉള്ള തിയേറ്ററിൽ പോയി കാണാം. കാരണം അതിൻ്റെ BGMസും അതേപോലെ പാട്ടുകളൊക്കെ നല്ല രസത്തിനും നല്ല ആ സിറ്റുവേഷനിലായിട്ട് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ല തിയേറ്റർ സെലക്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ തിയേറ്ററൊക്കെ സെലക്ട് ചെയ്തേക്കാം. എടുത്തു പറയേണ്ട അഭിനയം കാഴ്ചവെച്ചേക്കണത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഗ്യാങ് ഓഫ് പിള്ളേറിനകത്ത് വന്നേക്കണ സൗബിൻ്റെ ആക്ടിങ്, അതേപോലെ തന്നെ വേറൊരു പയ്യനൊക്കെ ഒരു കോട്ടൊക്കെ ഇട്ട് പേരെനിക്കറിയില്ല, പുതുമുഖമാണെന്ന് തോന്നുന്നത്. ഒരു നല്ല കമൽഹാസൻ്റെ ഒക്കെ ചെറിയൊരു ഫേസ് കട്ടൊക്കെ ആയിട്ടൊരു പയ്യൻ ഉണ്ട്. അടിപൊളിയായിട്ട് അവൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ശ്രീനാഥ് ബാസിയൊക്കെയാണ് ഇതിൻ്റെ മെയിൻ സാധനങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ തിയേറ്ററിൽ തന്നെ കണ്ട് ആസ്വദിക്കുക. മഞ്ഞുമ്മൽ ബോയ്സ് ഒന്നും പറയാനില്ല, ദി ബെസ്റ്റ് ഇൻ ദ റീസെൻറ്റ് ടൈംസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ധൈര്യമായിട്ട് കാണാം. അടുത്ത പടത്തിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നുണ്ട്. ഇങ്ങനത്തെ റിവ്യൂസ് ഇഷ്ടമാണെങ്കിൽ ഫോളോ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.